+2 ശേഷം മെഡിക്കൽ ഫീൽഡിൽ തന്നെ പോകണം. പക്ഷേ എന്നാൽ എല്ലാവരും പോകുന്ന ടിപ്പിക്കൽ കോഴ്സുകൾ വേണ്ട. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MBBS, നഴ്സിംഗ്, BDS അങ്ങനെയുള്ള ടിപ്പിക്കൽ കോഴ്സുകൾ വേണ്ട. പക്ഷേ യുണീക്ക് കോഴ്സുകളായിരിക്കണം. എന്നാൽ അത് മാത്രമല്ല, ആഫ്റ്റർ ദ കോഴ്സ് നല്ലൊരു ജോലി സാധ്യതയുള്ളൊരു ഫീൽഡും ആയിരിക്കണം. അങ്ങനെ യുണീക്ക് കോഴ്സുകളും എന്നാൽ ജോലി സാധ്യതകളും നോക്കുന്ന രീതിയിലുള്ള കോഴ്സ് തപ്പുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് കോഴ്സാണ്. ഫ്യൂച്ചറിൽ തന്നെ ഒരു പവർ പാക്ഡ് കോഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് BSc ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന കോഴ്സ്. എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഡിസീസുകൾ ഡയഗ്നോസ് ചെയ്യുകയും അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ഫ്യൂച്ചർ മെഡിക്കൽ ടെക്നോളജിയിലെ തന്നെ ഒരു പവർ പാക്ഡ് കോഴ്സാണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ക്യാൻസർ എന്ന രോഗം അത് ലോകത്തിലെ തന്നെ ആർക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്ന, ആർക്കും വന്നാൽ തന്നെയും എന്താ പറയുക, അതിന് ട്രീറ്റ്മെൻറ്റോ ഒന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നവരുണ്ട്. സോ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു ക്യാൻസർ എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആണ് നമുക്കൊരു ചികിത്സ ഇല്ലാതെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗത്തിൻ്റെ ഏർലി ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ആ രോഗം വന്ന ഉടനെ തന്നെ ഏറ്റവും വേഗം കണ്ടുപിടിക്കാനും അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റുന്ന ഏറ്റവും ഒരു നൂതനമായിട്ടുള്ള ഒരു മേഖലയാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ന്യൂക്ലിയർ മെഡിസിൻ ക്യാൻസർ എന്നുള്ള രോഗത്തിൽ ഏറ്റവും ഒരു റോള് വഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂക്ലിയർ മെഡിസിൻ ഈ ക്യാൻസർ എന്ന് പറഞ്ഞുള്ള രോഗം അതിനെ ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂക്ലിയർ മെഡിസിൻ ബേസ്ഡ് ആയിട്ടുള്ള PET, അതേപോലെ തന്നെ SPECT പോലെയുള്ള സ്കാനിങ് മെത്തേഡ്സുകൾ ഈ ക്യാൻസറിൻ്റെ കോശങ്ങളെ അത് എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ സൈസ്, അതുപോലെ തന്നെ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ എന്ന് വെച്ചാൽ മെറ്റാസ്റ്റാസിസ് നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെരി ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് ഇത് എത്രയും വേഗം കണ്ടുപിടിച്ച് അതിന് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ്, ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്നും കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് ഒരു ഹെൽപ്പിംഗ് പോലെയാണ് ഈ ഒരു ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിറ്റക്ഷനിൽ മാത്രമല്ല ട്രീറ്റ്മെന്റിലും ന്യൂക്ലിയർ മെഡിസിൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ന്യൂക്ലിയർ മെഡിസിൻ, അതായത് നമ്മളൊരു കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മൾ റേഡിയേഷൻ ആണല്ലോ, നമ്മൾ വർഷങ്ങളായിട്ട് കൺവെൻഷണൽ റേഡിയേഷൻ ആണ് ക്യാൻസർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ കൺവെൻഷണൽ റേഡിയേഷൻ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന ടൈമിൽ ക്യാൻസറിൻ്റെ ടിഷ്യൂവിനെ അല്ലാണ്ട്, അതായത് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ അല്ലാണ്ട് ഹെൽത്തി ടിഷ്യൂസിനെയും അത് ബാധിക്കാറുണ്ട്. സോ അത് കാരണമായിട്ട് ആഫ്റ്റർ റേഡിയേഷൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വായിൽ സലൈവ ഇല്ലായ്മയും അതുപോലെ ഹെയർ ലോസും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സൈഡ് എഫക്ട്സ് ആയിട്ട് കാണാറുണ്ട്. ബട്ട് ഈ ന്യൂക്ലിയർ മെഡിസിനെ ബേസ് ചെയ്തിട്ടുള്ള റേഡിയോ ഐസോട്ടോപ്പ് അല്ലെങ്കിൽ റേഡിയോ ന്യൂക്ലിയർ തെറാപ്പി എന്ന് പറയുന്ന അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് വിൽ ടാർഗറ്റ് ദി ക്യാൻസർ സെൽസ് ഓൺലി. എന്ന് വെച്ചാൽ ഹെൽത്തി ടിഷ്യൂസിനെ ടാർഗറ്റ് ചെയ്യാതെ ക്യാൻസർ ടിഷ്യൂസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കുമായിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സുകൾ കുറയ്ക്കാനും പേഷ്യൻസിന് റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് സൈഡ് എഫക്ട്സിൽ നിന്ന് അവരെ രക്ഷിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഈ അഡ്വാൻസ്ഡ് ക്യാൻസർ സ്റ്റേജസ് ഒക്കെ നിൽക്കുന്ന പേഷ്യൻസിന് ഭയങ്കര പെയിൻ ആയിരിക്കും. അതിന് റിലീഫിനും ഈ റേഡിയോ ഐസോട്ടോപ്പ് ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം നിങ്ങൾക്കൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്താണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഫോർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ഇത് ഹാർട്ട് ട്രീറ്റ്മെൻറ്റും അതുപോലെ ഒരുപാട് റെസ്പിറേറ്ററി ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഡിസീസിന് ട്രീറ്റ്മെന്റ്സിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ BSc ന്യൂക്ലിയർ മെഡിസിൻ എന്നുള്ളൊരു കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. +2 സയൻസ് PCB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് എന്നുള്ള ക്രൈറ്റീരിയ ആണ് എലിജിബിലിറ്റി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് 50% പാസ് മാർക്ക് എന്ന് വെച്ചാൽ മിനിമം ക്രൈറ്റീരിയ അതാണ്. ഇനി നമുക്ക് എന്താണ് ആഫ്റ്റർ ദ കോഴ്സ് നമുക്ക് എന്താണ് ജോലി സാധ്യത നോക്കിക്കഴിഞ്ഞാൽ, മെയിനായിട്ടും നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിലെ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നിങ്ങൾക്ക് ജോലികൾ വരുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആകാം. ഇനി അതുമാത്രമല്ല, നിങ്ങൾക്ക് ഡയഗ്നോസ്റ്റിക് കമ്പനീസ് ഉണ്ടല്ലോ, മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ പ്രൊഡക്ഷൻസിലുള്ള കമ്പനീസുകൾ, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ന്യൂക്ലിയർ മെഡിസിൻ ജോലി സാധ്യതകൾ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഫ്യൂച്ചറിൽ തന്നെ ഏറ്റവും ഒരു യുണീക്ക് ആയിട്ടുള്ള, ഏറ്റവും ഒരു ഫ്യൂച്ചർ നോക്കി കാണുന്ന ഒരു കോഴ്സ് കൂടിയാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പം സാലറിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരുപടി ഉപരി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന സാലറിയും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും അതുപോലെ തന്നെ ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള നല്ല കോളേജസ് അറിയാനായിട്ടും അഡ്മിഷൻസിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും
ബൈ ബൈ.